നമസ്കാരം. ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ദൃഷ്ടിദോഷം, ഈവിൽ ഐ, ഇന്ന് പരക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവിൽ ഐ, അതിനെ പ്രതിരോധിക്കുവാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഓൺലൈനിലൂടെ അദ്ദേഹം ബ്രേസ്ലെറ്റും വീട്ടിൽ കെട്ടിത്തൂക്കുവാനായിട്ട് കണ്ണിൻ്റെ ആകൃതിയിലുള്ള പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ, അങ്ങനെ അതൊക്കെ ചെയ്ത ശേഷം ദൃഷ്ടിദോഷം മാറുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടിയാണ് ആ മെസ്സേജ്. ഇതിലേക്ക് നമുക്ക് ചിന്തിക്കാം, ദൃഷ്ടിദോഷം ഉണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചത് കൊണ്ടാണല്ലോ ഇത്രയധികം പ്രോഡക്ട്സ് വരുന്നത്. ഇല്ലെങ്കിൽ ആ ദൃഷ്ടിദോഷം എന്നുള്ള വിശ്വാസത്തെ മുതലെടുക്കുക എന്നുള്ള ഒരു വെർഷനും നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എന്തു തന്നെയായാലും ശരി, അനുഭവസ്ഥർക്കറിയാം ദൃഷ്ടിദോഷം എന്ത് എന്നുള്ളത്. ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് ദൃഷ്ടിദോഷം. ജ്യോതിശാസ്ത്രം അതിനെ എങ്ങനെ കാണുന്നു, ജ്യോതിഷം എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നാം ദൃഷ്ടിബാധ ചിന്തിക്കുന്നുണ്ട്. കൺദൃഷ്ടി തന്നെയാണ്. അതിന് യൂണിറ്റൈസ് ചെയ്യാൻ സാധിക്കില്ല. ഇത്ര കിലോയുണ്ട്, ഇത്ര ലിറ്ററുണ്ട്, ഇത്ര മീറ്ററുണ്ട് എന്ന് യൂണിറ്റൈസ് ചെയ്യാൻ സാധിക്കില്ല. ദൃഷ്ടിദോഷം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരമ്പരാഗതമായിട്ട് തന്നെ ഈ ദൃഷ്ടിദോഷം എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെ മനസ്സും ചിന്തയും നോക്കുന്ന വിധവും എല്ലാം ഒരുപോലെ അല്ലല്ലോ. അങ്ങനെ വരുമ്പോഴാണ് ആൾക്കാർ ചിന്തിച്ചത്, മേ ബി ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടി നമ്മളിലേക്ക് വരികയാണെന്ന് ചിന്തിച്ചപ്പോൾ അതിനെ എങ്ങനെ ദൃഷ്ടി മാറ്റാം, ദൃഷ്ടി എന്നുള്ളത് നോക്കുക എന്നുള്ളതായി. അങ്ങനെ പല കൃഷിസ്ഥലങ്ങളിലെല്ലാം നമുക്ക് കാണുവാനിടയാകും. ഒരു കലത്തിൽ എന്തെങ്കിലും വരച്ച് വെച്ച ശേഷം നമ്മുടെ ദൃഷ്ടിയെ പെട്ടെന്ന് ഒന്ന് മാറ്റുക എന്നുള്ള അർത്ഥത്തിൽ അവിടെ കോലം പോലെ ഒന്ന് വെക്കാറുണ്ട്. ആ കോലം തന്നെ പലതിനായിട്ട് നാം ഉപയോഗിക്കാം. പക്ഷികളൊന്നും വന്ന് അവിടെ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കോലവുമായിട്ടും നമുക്കതിനെ കാണുവാൻ സാധിക്കും. നാം എങ്ങനെ കാണുന്നു അത് തന്നെയാണത്. അങ്ങനെ നമ്മൾ ലോക്യതേ അനുഭൂയതേ ലോകഃ, അങ്ങനെ ആ ഒരു വിഷയം വന്നു. വീടുകളിൽ നോക്കുകയാണെങ്കിൽ നല്ല ഒരു മനോഹരമായ വീട്, ആ വീട്ടിൻ്റെ മുന്നിൽ കള്ളിച്ചെടി തൂക്കിയിടുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇത്രയും മനോഹരമായ വീട്ടിൻ്റെ മുന്നിൽ ഒരു കള്ളിച്ചെടി ഉണ്ടല്ലോ എന്ന് അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ കണ്ണ്. അങ്ങനെ ദൃഷ്ടിദോഷത്തിനുള്ള പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നിന്ന് ഇന്ന് ഓൺലൈനിൽ ഒരുപാട് സാധനങ്ങൾ ലഭ്യമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. കാരണം അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം അത് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കിന് അങ്ങനെയൊക്കെ കഴിവുണ്ടോ? എല്ലാം പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കും എന്തെങ്കിലും ഒരു മറ്റ് ഘടകങ്ങളും ചേർത്ത് ഒരു വസ്തുവായി ലഭിക്കുകയാണ്. ഇന്ന് നാം കാണുന്ന വസ്തുക്കളിൽ ഏറെയും പ്ലാസ്റ്റിക്കാണ്. ഇന്ന് സനാതനധർമ്മത്തിൽ ഒരു വിഗ്രഹത്തെ ഉറപ്പിക്കുവാനായിട്ട് അഷ്ടബന്ധം അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോറിനിൽ. കാരണം അറിയത്തില്ല, ഈ വിഗ്രഹം ഉറപ്പിക്കുവാൻ വേണ്ടിയല്ലേ, എന്നാൽ പിന്നെ സിമൻ്റ് ആയിക്കോട്ടെ എന്ന് മലേഷ്യ, സിംഗപ്പൂർ ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ നടന്നു വരുന്നുണ്ട്. അറിയുന്നില്ല എങ്ങനെ. നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ആ വിഗ്രഹം മാത്രം കണ്ടാൽ മതി. അതിന് അടുത്ത ലെവലിൽ പഠിച്ച വ്യക്തിക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ സിമൻറ്റ് കൊണ്ട് അഷ്ടബന്ധം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ മാറ്റം വരുന്നു. അറിവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായി കുറേ കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നു. അതിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ കൊച്ചുകുട്ടികൾ കൺമഷി കവിളിൽ തൊടുകയാണ്. കാരണം അതിൽ ഒരു ഭംഗം വരുത്തുകയാണ് നമ്മുടെ ദൃഷ്ടി ദോഷം തട്ടാതിരിക്കുവാനായിട്ട്. വീടുകളിൽ നോക്കിയാൽ അതുപോലെ തന്നെ പല തരത്തിലുള്ള ഈ കോലം പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ ദൃഷ്ടിയെ മാറ്റുവാനായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ ഓറയിലുള്ള ഈ ദൃഷ്ടിദോഷം, ദൃഷ്ടിബാധ എങ്ങനെ മാറ്റാം എന്നുള്ളത് ഈ വറ്റൽ മുളക് കൊണ്ട് ഉഴിഞ്ഞിടുക എന്നുള്ള ഒരു കാശ് ചെലവില്ലാത്ത പരിപാടിയാണ്. അത്യധികം ഹൈലി എഫക്റ്റീവായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഏവരും ചെയ്തു നോക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സന്ധ്യ കഴിഞ്ഞ ശേഷം ഒരു 21 വറ്റൽ മുളക് ഒരു ചിരട്ടയിൽ എടുത്ത ശേഷം വലിയവർ കൊച്ചു കുട്ടികളെ ഒരു 21 പ്രാവശ്യം ഉഴിഞ്ഞ ശേഷം അത് അഗ്നിയിൽ നിക്ഷേപിക്കുകയാണ്. ഇത് പരമ്പരാഗതമായിട്ട് ചെയ്തു വരികയാണ്. ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദൃഷ്ടിദോഷം ഉണ്ടെന്നും അതിനെ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്നും അതിനെ മുതലെടുക്കുവാനായിട്ട് ഇന്ന് ഓൺലൈനിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏവരും ചിന്തിക്കുക, പരമ്പരാഗതമായിട്ട് കൊണ്ടുപോകുന്ന വസ്തുക്കളിൽ, കാരണം അവർ ചെയ്ത് പ്രാക്ടീസായി അതിൽ വസ്തുത കണ്ടെത്തി നമ്മളിലേക്ക് എത്തിച്ച് തന്നിട്ടുള്ള കുറേ വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഇത് ഏവരും ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്ന് അഭിപ്രായപ്പെടുന്നു. നമസ്കാരം.